രക്ഷിക്കേ. ഇതാണ് എന്റെ കുടുംബം, എന്റെ സന്തോഷം. ചട്ടമ്പി പാറു ഇന്നു മുതൽ എല്ലാ ദിവസവും രാത്രി 7:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. എന്റെ ദൈവമേ, നിന്റെ മുമ്പിൽ വെച്ച് തന്നെ എന്റെ ശത്രുവിന്റെ തൊലി ഉരിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടാക്കി തന്നല്ലോ. പറ്റിയ ആ സച്ചി സാറിന്റെ മകളെ എന്റെ മരുമകളായി എന്റെ വീട്ടിലെത്തിക്കാൻ കൂടി നീ എന്നെ സഹായിക്കില്ലേ ദേവി? ആ സുധന്റെ മോള് എന്റെ കുടുംബത്തിന് ചേർന്ന പെണ്ണല്ല. കലങ്ങിത്തിരിഞ്ഞ് സച്ചി സാറിന്റെ മകള് തന്നെ സത്യന്റെ ഭാര്യയായി വന്നാലേ സുശീലയ്ക്ക് തലയുയർത്തി നടക്കാൻ പറ്റൂ. അങ്ങനെയൊരു ഭാഗ്യം എനിക്ക് തന്ന 1001 തെരിയിട്ട ചുറ്റുവിളക്ക് ഞാൻ നിന്റെ നടക്കൽ തെളിയിച്ചോളാം ദേവി. വലിയ സന്തോഷത്തിലാണല്ലോ സുശീലേ. ഹാ ഭാനുമ്മേ, ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടാ പിന്നെ സന്തോഷിക്കണ്ടേ ഭാനുമ്മേ? ആ അത് വേണം. പക്ഷേ ദൈവം നിന്ന് നടത്തി സന്തോഷിക്കാൻ നിനക്ക് മാത്രമേ കഴിയൂ. നീ ആ സച്ചി സാറിനെയും മോളെയും കുറിച്ച് പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു. ആണോ? അല്ല, എന്നിട്ട് ഞങ്ങളാരും അവിടെ ഭാനുമ്മയെ കണ്ടില്ലല്ലോ. അല്ല, നിങ്ങളിനി തൂണിലും തുരുമ്പിലും എല്ലാം കുടിയിരിക്കുന്ന ദൈവമാണോ ഭാനുമ്മേ? എന്നെ നീ എത്ര വേണമെങ്കിലും പരിഹസിച്ചോ സുശീലേ, എനിക്ക് ഇത് കേട്ട് ശീലമായി. പക്ഷേ സച്ചി സാറിന്റെ മകള് സത്യനെയും പ്രതിഭയും തമ്മിൽ അകറ്റാൻ ശ്രമിക്കുന്നു എന്ന് നീ പറയണ്ടായിരുന്നു. അയ്യോ, അത് ഞാൻ പറഞ്ഞ സത്യമാ. അല്ലെങ്കിലേ നിങ്ങൾ പ്രതിഭയോട് പോയി ചോദിച്ചു നോക്കും ഭാനുമ്മേ. പിന്നെ പ്രതിഭയെ സത്യന്റെ ജീവിതത്തിൽ നിന്ന് പുറത്താക്കി എന്തു വീണ്ടും അവന്റെ ഭാര്യയെ വരുന്നതില് എനിക്ക് വിരോധമൊന്നുമില്ല ഭാനുമ്മേ. ആ കാര്യം ആ സച്ചി സാറിനെ ഒന്ന് അറിയിക്കാനും കൂടിയാ ആ വിഷയം ഞാൻ ഇവിടെ വെച്ച് അവരോടൊന്ന് പറഞ്ഞത്. അല്ല, ഭാനുമ്മയ്ക്ക് അത് മനസ്സിലായി കാണുമല്ലോ. മനസ്സിലായി സുശീലേ. നിന്നെ എനിക്ക് മനസ്സിലാകുന്നത് പോലെ വേറെ ആർക്കും മനസ്സിലാവും. പക്ഷേ നിന്റെ ഈ പോക്ക് എവിടേക്കാണെന്ന് മാത്രം എനിക്ക് മനസ്സിലാവുന്നില്ല. ആ ഇതെവിടെ ചെന്ന് അവസാനിക്കുന്ന ദൈവത്തിന് മാത്രമേ അറിയൂ. അത് മതി ഭാനുമ്മേ. ദൈവേ സുശീലയോടൊപ്പം ഉണ്ട്. അതുകൊണ്ടാണല്ലോ സച്ചി സാറിനെയും കുടുംബത്തെയും ഈ നടക്കിൽ വെച്ച് തന്നെ എനിക്ക് കാണാൻ കഴിഞ്ഞത്. ആ ഇനിയും ഉണ്ട് ചിലര്. എന്റെ മൂക്കിൻ തുമ്പത്ത് വീട് വാങ്ങി എന്നെയും എന്റെ മോനെയും തോൽപ്പിക്കാൻ കച്ചകെട്ട് ഇറങ്ങിയ ആ മൂദേവി അനുപമ. താമസിയാതെ അവളെ കൂടി ഈ മഹാദേവി സുശീലയുടെ കാൽക്കിഴി കൊണ്ടുവന്ന് തരും ഭാനുമ്മേ. നിങ്ങൾ നോക്കിക്കോ. അമ്മേ, ഈ അഹങ്കാരത്തിനും അറിവില്ലായ്മയ്ക്കും നീ അവളോട് ക്ഷമിക്കണേ ദേവി മഹാമായേ. വിഷുവൊക്കെല്ലാം മാഷി വരുന്നത്. മില്ലുകളിൽ നിന്ന് കൂടുതൽ സ്റ്റോക്ക് ഇറക്കി ബിസിനസ് ഒന്ന് വിപുലപ്പെടുത്തണമെന്നൊക്കെ കരുതിയിരിക്കുമായിരുന്നു ഏട്ടൻ. അപ്പോഴാണ് ഏടത്തി ഇങ്ങനൊരു നോട്ടീസ് അയച്ചത്. താമസിയാതെ ഓർഡർ കൊടുത്ത ലോഡുകളൊക്കെ എത്തുകയും ചെയ്യും. വിഷു കഴിയുന്നത് വരെയെങ്കിലും അനുചേച്ചി കൂടുതൽ നടപടികളിലേക്ക് പോകാതിരുന്ന അതുവരെയുള്ള ബിസിനസ്സെങ്കിലും ഇന്ദിരേട്ടൻ നല്ല രീതിക്ക് കൊണ്ടുപോയിക്കോളും. അതിനുശേഷം ബാക്കി കാര്യങ്ങൾ ആലോചിച്ചാൽ പോരെയെന്ന് മാഷൊന്ന് ചോദിച്ചാൽ. അതൊക്കെ നിങ്ങൾ ചോദിച്ചാലും അനുപമ സമ്മതിക്കും. അവളിപ്പോ നാളെ തന്നെ പോയി ആ സ്ഥാപനം ഏറ്റെടുത്ത് അവിടെ ബിസിനസ് തുടങ്ങാനൊന്നും പോകുന്നില്ലല്ലോ. അവളെ വേദനിപ്പിച്ചതിനും അവളെയും അവളുടെ കുഞ്ഞിനെയും തനിച്ചാക്കി പോയതിനുമുള്ള ശിക്ഷ ഇന്ദ്രനും അവന്റെ അമ്മയ്ക്കും ഓരോരോ പഴുതുകൾ ഉപയോഗിച്ച് അവൾ കൊടുത്തോണ്ടിരിക്കുക. ആദ്യമൊക്കെ എൻ്റെ മോൾ അനുപമ അച്ഛനായ ഞാനറിയാതെ ഒരു ചൂട് മുന്നോട്ടോ പിന്നോട്ടോ വെക്കാറില്ലായിരുന്നു.
ഇപ്പൊ അവളാകെ മാറി. സ്വന്തമായ തീരുമാനങ്ങൾ എടുക്കാനും നടപ്പിലാക്കാനുമുള്ള ആർജവം അവൾ അവളുടെ സ്വന്തം അനുഭവങ്ങളിൽ നിന്ന് തന്നെ നേടിയെടുത്തു കഴിഞ്ഞു. ഏട്ടത്തിയെടുക്കുന്ന തീരുമാനങ്ങളിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കാൻ അത് ഞങ്ങളും പറയില്ല മാഷെ. ഏട്ടത്തിയെടുത്ത നിലപാടുകൾ തെറ്റാണെന്നും പറയുന്നില്ല. ഇന്ദിരേട്ടൻ ഞങ്ങളുടെ അടുത്ത് വന്ന് സംസാരിച്ചത് കൊണ്ട് മാത്രമാ. കുറച്ച് സമയം ഏട്ടന് കൊടുക്കാൻ പറ്റുന്നു മാത്രം ഞങ്ങൾക്ക് അറിഞ്ഞാൽ മതി. അത് ഞാൻ അനുപമയോട് പറഞ്ഞ് സമ്മതിപ്പിക്കാൻ സത്യ. പക്ഷെ അതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. വിഷുവിന്റെ കച്ചവടവും കഴിഞ്ഞ് ഇന്ദ്രൻ ആ ഷോപ്പ് അനുപമയ്ക്ക് വിട്ടുകൊടുക്കൂ? അത് ഏട്ടൻ പറയുന്നത് ആ ഷോപ്പിന് വേണ്ടി ദാസങ്ങൾ അന്ന് അനുവേടത്തിക്ക് വേണ്ടി ഇറക്കിയ പണം ഏട്ടത്തിക്ക് തിരിച്ചു കൊടുക്കാമെന്നാ. ഇന്ദിരേട്ടന്റെ നിലനിൽപ്പ് തന്നെ ഷോപ്പാണെന്ന് മാഷിന് അറിയാലോ. അത് നഷ്ടപ്പെട്ടാൽ പിന്നെ ഇന്ദിരേട്ടൻ എന്ന ഒരു വ്യക്തിയില്ല. വേണമെങ്കിൽ ഇന്നത്തെ നിലവാരത്തിനൊത്തൊരു വില അനുചേച്ചി കൊടുക്കാം. എങ്ങനെയെങ്കിലും ഇന്ദിരേട്ടനെ ആ സ്ഥാപനത്തിൽ തന്നെ നിലനിർത്തി അദ്ദേഹത്തെ സഹായിക്കണം. ഇത് എനിക്ക് തോന്നുന്നത് എന്നേക്കാൾ നന്നായി ദാസിന് ഈ കാര്യം കൈകാര്യം ചെയ്യാൻ പറ്റുമെന്ന്. ദാസാണല്ലോ അന്ന് അനുവിന് വേണ്ടി ഇന്ദ്രനെ ഷോപ്പ് എടുക്കാൻ വേണ്ടി പണം നൽകിയത്. ആ സ്ഥിതിക്ക് ദാസ് അനുപമയോടൊന്ന് സംസാരിച്ച. അല്ല, ദാസങ്ങൾ ഇതിൽ ഇടപെടുമെന്ന് തോന്നുന്നില്ല മാഷെ. ഏട്ടത്തി നോട്ടീസ് അയക്കുന്നതിന് മുൻപ് ഷോപ്പിൽ കയറി ചെന്ന് ഏട്ടനോട് ഈ കാര്യം സംസാരിച്ചിരുന്നല്ലോ. അപ്പൊ തന്നെ ഏട്ടൻ ദാസങ്ങളോട് ഈ വിഷയം അവതരിപ്പിച്ചതാണ്. എന്നിട്ട് ഷോപ്പ് അനുപമയുടെ പേരിലായതുകൊണ്ട് അങ്കിൾ ഇതിൽ ഇടപെടില്ലെന്ന് തീർത്തു പറഞ്ഞു. അപ്പോ ദാസും അനുപമയുടെ തീരുമാനത്തിനൊപ്പം തന്നെയാണെന്നാണ് അർത്ഥം. അതെ. ഇനി ഈ കാര്യത്തിൽ മാഷിന് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. ഇന്ദിരേട്ടനും അനുചേച്ചിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിലും ഞങ്ങൾ ആരും ഇടപെടില്ല. അതൊക്കെ നിയമപരമായി തന്നെ മുന്നോട്ട് പോട്ടെ മാഷെ. പക്ഷേ ഇത് അതെ മാഷെ, ഞങ്ങൾക്കൊക്കെ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട ഇന്ദിരേട്ടൻ നാളെ വഴിയാധാരമായി പോകുന്നത് കാണാൻ വയ്യാത്തതുകൊണ്ടാ. എനിക്ക് മനസ്സിലാവുന്നുണ്ട് സത്യ. ഈ കാര്യത്തിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ചെയ്തോളാം. ഒരു കാര്യത്തിൽ മാത്രം സത്യന് ഞാൻ ഇപ്പൊ തന്നെ ഉറപ്പു തരാം. വിഷു കഴിയുന്നത് വരെ ആ ഷോപ്പിന്റെ കാര്യത്തിൽ അനുപമയുടെ യാതൊരുവിധ ഇടപെടലുകളും ഉണ്ടാവില്ല. അതുപോലെ മതി മാഷെ, മതി. അല്ല ശ്യാമേ? അതെ, അത്രയെങ്കിലും സമാധാനമായല്ലോ. താങ്ക് യു മാഷെ. ശരി മാഷെ, എന്നാ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് ചെല്ലട്ടെ. ശരി. വാശം. ശരി മാഷെ.